അതെ സത്യമായിട്ട് എന്റെ അടുത്ത് പിണക്കൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പിണക്കളിയാ? അല്ല ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്ത് പിണക്കം? എന്നാലും ഒരു പിണക്കവും ഇല്ല. ഒരു പിണക്കവും ഇല്ല. ഞാൻ അളിയനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനും ചെയ്തിട്ടുണ്ടല്ലോ. അത് നമുക്ക് പറഞ്ഞു തീർക്കണം. എന്നാ അളിയൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അതുകൊണ്ട് കാര്യമില്ല, അത് ഒന്നുകൂടെ അടിക്കണം. അല്ല അതൊരു സാധനം ഉണ്ടോ അളിയൻ കയ്യിൽ? ഇനി സാധനം ഉണ്ടോ? സാധനമില്ല, സാധനം വാങ്ങിക്കണം. ആര് വാങ്ങിക്കും? അളിയൻ പോയി വാങ്ങിക്കണം. അല്ലാതെ ഞാൻ പോകും. എനിക്ക് പോകാൻ പറ്റൂ? അല്ല ഞാൻ പോയി വാങ്ങിക്കാം, പക്ഷെ പൈസ അളിയാ കാശ് കൊടുക്കണ്ടേ? കാശ് കൊടുക്കണം. കാശ് കൊടുക്കാതെ കിട്ടുമോ? കിട്ടില്ല. പൈസ വായിച്ചു. എന്ത് 2000 നോട്ട് കണ്ടിട്ടില്ലേ? ഞാൻ ആലോചിക്കായിരുന്നു ഏത് എടുക്കണമെന്നുള്ളതേ. ഏതെടുത്താലും കുഴപ്പമില്ല, ഏത് വേണോ വായിക്കും. പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് അളിയ ഇവിടെ ഇരുന്ന് പഴയ കഥയും കവിതയൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുത്ത് വെച്ചോ. സൗദാമിനിയെ മറന്നില്ല കള്ളൻ. ഞാനിപ്പോ വരാം. സ്നേഹിക്കില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ. തോരമക്കാന്നല്ലേ? പിന്നെ ഇനി അത് പൊളിക്കാൻ നിൽക്കണം. നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു. എന്റെ കനകേട്ടന് ഇത്ര നന്നായിട്ട് കവിത ചൊല്ലൂന്ന് എനിക്കറിയില്ലായിരുന്നു. നിനക്ക് ചൊല്ലി തന്നിട്ടില്ലേ? അയ്യോ, കവിത മാത്രമല്ല, അവനെ അഭിനയിക്കണം വേണം. പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു പിച്ചക്കാരനെ ആയിട്ട് അഭിനയിച്ച്. എന്റെ പൊന്നോ, ടീച്ചർമാരൊക്കെ എന്ത് കരച്ചിലാർന്നറിയാമോ? അത്ര രസമായിരുന്നു. ഇങ്ങനെ തീരെ വയ്യാതെയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടെ മരക്കണതാ എന്നതേ ഞാനീ നിക്കണ പോലെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനെയൊന്നല്ല, ഭയങ്കര ഉയരത്തിലെത്തുന്ന ഞങ്ങളൊക്കെ വിചാരിച്ചത്. അതിനിപ്പോ എന്താണ് അതിനെ കുഴപ്പം? ഏട്ടൻ നല്ല ഉയരത്തിലെത്തിയില്ലേ? സർക്കാർ ജോലി, അതിനെന്താ ഒരു കുറവ്? പോസ്റ്റിന്റെ മണ്ടേ കയറി ഇരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. 10 പേര് അറിയും, ലോക പ്രശസ്തനാവൂന്നൊക്കെയാ വിചാരിച്ചത്. അതിനിപ്പോ എന്താ? ഈ നാട്ടിലെ ലൈൻമാൻ കനകൻ എന്ന് പറഞ്ഞാ അറിയാത്തത് ആരാ ഉള്ളത്? ആരാ ഉള്ളത്? ലൈൻമാൻ കനകൻ എന്തിനുള്ള ലൈൻമാനെ? പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ, പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ, സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂത്തരാ. വിളിച്ചു വെച്ചിട്ടുണ്ട്. അളിയൻ പോയി അടിച്ചിട്ട് വാ. എനിക്കിനി വേണ്ടല്ലേ? അങ്ങനെ പറയരുത്. ഇനി വേണ്ടെന്ന് പറയാനായിട്ടില്ല. ഇത് ലാസ്റ്റ് ബഗ്. അതും കൂടെ അടിച്ചാൽ എല്ലാം ക്ലോസ് ആവും. അതെ അല്ലേ? മെല്ലെ പോ. അല്ല കർത്താവേ, നീ വലിയവനാ. ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് 2000 രൂപ കിട്ടി. രാഘവട്ടം കൊണ്ട് വന്ന മദ്യത്തിൽ നിന്ന് ബോസിൽ അടിക്കാനും പറ്റി. ഓ കർത്താവ് വലിയവനുണ്ട്. അതെയാ തട്ടിക്കോ. ഓ അപ്പോ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? സൗദാമിനി. പ്രീഡിഗ്രി കാലം സൗദാമിനിയോട് പ്രേമം മൂത്ത് വന്ന സമയം. കോളേജിൽ ആദ്യം വരുന്ന ആരാ? ഞാനും സൗദാമിനിയും. അങ്ങനെ പ്രേമം കത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്യാമില്ലേ, ശ്യാം. ഒരു കറുത്ത ശ്യാമല്ലേ? കരിപ്പെട്ടി ശ്യാം. അവന്ന് പറയണ, കനക നീ ഇനി മുതലേ സൗദാമിനിയെ പ്രേമിക്കരുത്. ഞാൻ പറഞ്ഞു, പോടാ പുല്ലേ, സൗദാമിനിയെ പ്രേമിക്കരുത് പറയാൻ നീ ആരാ? പക്ഷെ സത്യം എന്താന്നറിയോ?
അവൾക്ക് വേറൊരാളുടെ പ്രേമുണ്ട്. അതെന്നെ അവൻ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു തന്നെന്ന്. അതെ അറിയാ, ഞാൻ ഒരു സത്യം പറയട്ടെ. എന്ത്? ഈ ശ്യാമിനെ കൊണ്ട് അളിയനോട് അങ്ങനെ പറയിപ്പിച്ചത് ആരാ? ആരാ? എനിക്കറിയത്തില്ല, എങ്ങനെയോ എനിക്ക് അവളോടൊരു ചെറിയ പ്രേമം. അവളെ എത്ര ആളെ പ്രേമിച്ചളിയാ? ഓ അതൊക്കെ അവളെ ഒരു 100ന് പുറത്ത് പ്രേമം അവൾക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അളിയൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. പറയണം, ഒക്കെ പറയണം അളിയാ. അളിയൻ എന്നോട് വേറെ ഒന്നും വിചാരിക്കരുത്. സത്യത്തിൽ ഞാൻ അളിയനെ വഞ്ചിച്ചിട്ടില്ല. അളിയനെ വഞ്ചിച്ചത് അളിയന്റെ പെങ്ങളാ. പാമ്പ് പോലെ നടന്ന് എന്നെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്തളിയാ അവള്. ഞാൻ അളിയനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് അവളുടെ വിധി. പക്ഷെ എങ്കിലും അന്തസ്സായിട്ട് ഞാൻ ജീവിക്കുകയല്ലേ അളിയാ. അതെ, കെട്ടിയവനെ നന്നായി നോക്കുന്നത് അവളുടെ കുടുംബ മര്യാദ. പക്ഷെ അതവള് ചെയ്യും. എന്നാലും അളിയനോട് ഞാനിത് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോ അതൊക്കെ പോട്ടല്ലയാ. അയ്യേ, അതൊന്നും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞുപോയി. ഞാനിത് ചെയ്തില്ല അളിയാ. കഴിഞ്ഞുപോയി. അളിയൻ എന്നോട് ക്ഷമിച്ചല്ലോ. ഞാൻ ശ്രമിച്ചു പറയില്ലേ? അളിയൻ എന്റെ അളിയനാണ്. ആ അതെ, അതുകൊണ്ട് ഇനി ഞാനൊരു കാര്യം ചോദിട്ടല്ലയാ. പറയണേ. അളിയൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഒരു 10 ഉറുപ്പ്യ അവളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്താ എന്താ ചെയ്യണം? അളിയാ, ഞാനേ പണത്തിനേക്കാളും സ്നേഹത്തിന് വില കൊടുക്കുന്നവനാ. അതുകൊണ്ട് അരി വാങ്ങാൻ പറ്റുമോ? എന്റെ അളിയാ, എനിക്ക് തങ്കത്തിനെ പിരിഞ്ഞ് ഒരു നിമിഷം മാറിയിരിക്കാൻ പറ്റൂല. അത്ര ഇഷ്ടം എനിക്ക് അവളെ. സത്യം പറയാനളിയാ, അളിയാ, ഞാൻ ഒരുപാട് പോങ്ങന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു പോങ്ങനെ കണ്ടിട്ടില്ലാന്നല്ലേ അളിയാൻ പറയാൻ Alien versus Alien.